സുചിത്ര എവിടെ പോവാ? ഞാനോ? അതിനിരിക്കും ആഴ്ചകളോളം. ഈന്തപ്പഴത്തിന്റെ കുരു അല്ല, ഞാൻ ഇപ്പൊ കളയൂതേ. ഞാൻ വാച്ച് കെട്ടണം ഗൈസ്. നല്ല അറിയില്ല. ഞാൻ അമ്പലപ്പുഴ പോവാണ് ഗൈസ്. കാര്യം ഒരു ബാങ്കിന് ഒരു അക്കൗണ്ട് എടുത്തായിരുന്നു. എനിക്ക് ആ ഒറ്റ അക്കൗണ്ട് ഉള്ളൂ. അപ്പൊ ഞാൻ ഒരു അക്കൗണ്ട് എടുത്തായിരുന്നു. അതിന്റെ ATM കാർഡ് കൈ കിട്ടിയത് പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്ക് അക്കൗണ്ട് എടുത്ത് 2 ആഴ്ചയായി, പക്ഷെ ഇതൊരു ATM കാർഡ് നേരിട്ടില്ല. OTP വരുന്നില്ല. അപ്പൊ ഞാൻ അതൊന്ന് പോയി അന്വേഷിച്ചു റെഡിയാക്കാന്ന് കരുതി പോവാൻ വേണ്ടിയാ. ചേട്ടൻ എന്താണ് ഇങ്ങനെ ഇരിക്കണം? കുളിച്ചോ ഏട്ടൻ? ഞാൻ കുളിച്ചു. നീ കുളിച്ചില്ലല്ലോ. ഞാൻ കുളിച്ചല്ലേ? ഞാൻ കുളിച്ചു ഗൈസ്, ഞാൻ കുളിച്ചു. എന്റെ അറിവിൽ ഞാൻ മേലൊഴിക്കുക കുളിച്ചതായിട്ടാണ് ഞാൻ. ഇന്ന് മേലൊഴിയാ? നീ ഇല്ല, ഇന്നലെ രാത്രി മേലൊഴിക്കുക. ഇന്നലെ രാത്രി മേലൊഴിക്കുക. രാത്രി 11:30 ഗൈസ് മേലൊഴിക്കുന്നത്. അപ്പൊ നമ്മൾ രാവിലെ മേലൊഴിക്കണം നിർബന്ധം ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഉച്ചക്ക് വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ മേലൊഴിക്ക് കുളിക്കണം. ഓക്കെ ഓക്കെ അല്ലേ? അമ്പുടിന്റെ ഡ്രസ് ഓക്കെ, അമ്പുടിന്റെ ഡ്രസ് ഇടിപ്പിച്ചു നോക്കട്ടെ. നിങ്ങൾ എന്റെ കൂടെ ഫോളോ ചെയ്തോളൂ. ഇഷ്ടേട്ടാ വരൂ, ടീഷർട്ട് ഇടാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിതാ നമ്മുടെ അമ്പലപ്പുഴ എത്തി. ഇഷ്ടം എപ്പോഴും ഇങ്ങനെ എപ്പോഴും ഫോണിലാണ്. എപ്പോഴും ഫോണിലാണ് ഗൈസ്. എപ്പോഴും ഇഷ്ടം മാറാൻ സോറി കേട്ടോ. വിംബസിന്റെ പരസ്യം ഗൈസ്. അമ്മേ, അപ്പൊ എന്താ പറയാ, നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല എന്റെ ATM കാർഡിൽ എന്താ അറിയില്ല, OTP വരുന്നില്ല. അപ്പൊ നമുക്ക് അതൊന്ന് കയറി നോക്കാം, എന്താ OTP വരാത്തെന്ന് അറിയില്ല. അപ്പൊ അതൊന്ന് കയറി നോക്കാം. എന്റെ സിമ്മിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ കയറി നോക്കാം അല്ലേ കണ്ണ? ഹായ് പറ. ഹായ്. ഹലോ പറ. ഹലോ. സുഖാണോ ചോക്കി? മമ്മ തിന്നോ ചോച്ചാ? മാമ തിന്ന്. ഞങ്ങള് ബാങ്കിൽ വന്നാ പറ. വന്നു. കാറിൽ വന്നു. അച്ഛതെ അമ്പടു ഒന്ന് വ്ളോഗ് ചെയ്തേ. എങ്ങനെ പറയാ വ്ളോഗ് ചെയ്തേ? എനിക്കറിയില്ല കേട്ടോ ഇതെങ്ങനെയാണ് എത്രയും കിടുവും അമ്പടും തമ്മിൽ സാമ്യം വന്ന്. കാര്യം കിടുവാണ് എപ്പോഴും പറഞ്ഞത് ഹലോ ഗായ്സ് ഞാൻ പണിയുണ്ടേന്ന് പറയും. സെയിം തന്നെയാണ് അമ്പടും പറയണത് ഹലോ ഗായ്സ് ഞാൻ പണിയുണ്ടേന്ന്. എനിക്കറിയില്ല അതെങ്ങനെ അമ്പടൂന് അത് എനിക്ക് അത് മനസ്സിലായില്ല. പെട്ടെന്ന് സഡൻ ആയിട്ട് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അപ്പൊ നമുക്ക് ഇറങ്ങുന്ന അമ്മയും. ഓക്കെ ബൈ. ബാങ്കിൽ പോയെങ്കിലും ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നടന്നില്ല കേട്ടോ. അപ്പോൾ ഞാനും അമ്പടും ഇഷ്ടനും കൂടെ നേരെ പിന്നെ നമ്മുടെ അവിടെയുള്ള ഫ്രണ്ട്സിൽ കയറി. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് ഞാൻ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണുമോന് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ നടക്കുന്നുണ്ട്. ഞാനപ്പോൾ കാപ്പിപ്പൊടി മേടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയത്. അപ്പോൾ ഏട്ടനോടെയും ചോദിച്ചേട്ടാ വലുതെടുക്കട്ടെ? ഏട്ടൻ പറഞ്ഞ ഏട്ടന് കാപ്പി വേണ്ടത്. അപ്പോൾ പറഞ്ഞു എനിക്ക് കാപ്പി വേണമെന്ന് പറഞ്ഞ് നെസ്കാഫേയുടെ ഒരെണ്ണെടുത്തു. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ അനന്തനെ കൊണ്ട് ബ്രൂ മേടിച്ചായിരുന്നു. പക്ഷേ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേസ്. അത് കാരണമാണ് പിന്നെ ഇത് മേടിച്ചത്. ചെറിയ ബോട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണുമോന് ഇഷ്ടമുള്ളതാണ് ഇതാ ഈ ചോക്കോപ്പിയുടെ ഈ കേക്ക് കേട്ടോ. അപ്പൊ അതും വേണ്ടിയാണ് തിരിച്ചു വിട്ടു. അപ്പൊ ഗൈസ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടാം. അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ ലെവലാപ്പിന്റെ സ്ട്രോളർ ആണ്. അവൻ ഇതിൽ കയറി ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടം. അവനത് ഞാൻ നിവർത്തുന്നതിന് മുന്നേ കയറി ഇരിക്കാൻ വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ്. അമ്മ നിവർത്തി തരാൻ മാറി നിൽക്ക്. അപ്പൊ ഞാനിതെല്ലാം ഒന്ന് ഫിറ്റ് ചെയ്താണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കാര്യം നമ്മളിത് മുന്നേ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അന്ന് ഫിറ്റ് ചെയ്തതാണ്. പിന്നെ നമുക്കിത് ഈ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ദൂരി വെക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. അതുകൊണ്ട് ദൂരി വെച്ചിട്ടൊന്നുമില്ല. അപ്പൊ അത് കാരണം ഇവന് ഇതിൽ കയറാൻ വേണ്ടി വളർത്തിക്കൊണ്ടിരിക്കുന്നത്. മമ്മ നമ്മുടെ ഇതിൽ കിടന്നേ എങ്ങനെ കിടക്കുന്ന നമ്മുടെ. അപ്പം നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ വീൽ എങ്ങനെയാണെന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ആ ഒരു ഹോളുണ്ടോ? അപ്പോൾ ആ ഒരു ഹോൾ ആ ഒരു ഹോളിലേക്ക് നമ്മളിതാ ഇതിൻ്റെ കാല് ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതവിടെ ഫിറ്റായിട്ട് സെറ്റായിട്ട് നിന്നോളും. എല്ലാം അങ്ങനെ തന്നെയാണ്. അത് ഇങ്ങനെ താഴത്തോട്ട് പിടിച്ച് ഇതാക്കി കൊടുത്താൽ മതി. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് ഒരെണ്ണം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീൽസാണ് കേട്ടോ. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കണ്ടോ ഇപ്പോൾ അനങ്ങുന്നില്ല ഇത്. നമുക്കിത് അത് തുറന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ അനക്കാൻ പറ്റും. പിന്നെ രണ്ടാമത് അത് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ നമുക്കത് അവിടെ ആ ഒരു വീലൊന്ന് ബ്രേക്ക് ചെയ്ത് നിർത്താൻ പറ്റും. പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോകുന്നില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെയിലൊക്കെ വരുമ്പോൾ താത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് കൂടെ നമുക്ക് നമ്മുടെ ബേബി എന്തെടുക്കുകയാണെന്നുള്ളത് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലൊരു പോക്കറ്റ്സ് വരുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇടാനോ കാര്യങ്ങളോ ഫോൺ എന്തെങ്കിലുമൊക്കെ. അതുപോലെ തന്നെ താഴത്തൊരു ബാസ്ക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. അവരുടെ ടോയ്സും കാര്യങ്ങളൊക്കെ നമുക്കിടാം. അവർക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ഇടാനുള്ള ഒരു സ്റ്റോറേജ് വരുന്നുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് അവരെ നമുക്ക് സേഫാക്കിയിട്ട് വെക്കാനുള്ള ഒരു ബെൽറ്റാണ് കേട്ടോ. അത് സൂപ്പറാണ്. കാര്യം നല്ല കംഫർട്ടും സേഫ്റ്റി ആയിട്ടുള്ള നല്ല രീതിക്കുള്ള അത് രണ്ട് കൈക്കും അതുപോലെ തന്നെ കാലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വന്നിട്ട് അവരെ സേഫാക്കി വെക്കാനുള്ളത് കേട്ടോ. അതും ഒന്ന് മാത്രമല്ല 5 എണ്ണമാണ് കേട്ടോ. 5 പോയിൻറ്റ്സാണ് വരുന്നത്. പിന്നെ അവിടെ എല്ലാവർക്കും കാലോ കൈയോ ഒന്നും വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലത്തെ ഒരു കവർ, ഒരു പഞ്ഞ് പോലത്തെ ഒരു കവറും കൂടെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അത് നമുക്ക് അത് ലോക്കും അൺലോക്കും ആണ്. നമ്മൾ ആ ഒരു ലോക്കിലേക്ക് പിടിച്ചിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് സുഖമായിട്ട് നമുക്കത് മടക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. എന്തുകൊണ്ടും നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ ശരിക്കും നല്ല യൂസും ഉണ്ട് കേട്ടോ. ഇപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്ത് ഞാൻ അവനെയും കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഒത്തിരി ടൈമൊന്നും കുഞ്ഞുങ്ങളുടെ അടുത്ത് നടക്കാനൊന്നും വയ്യാത്തവരാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ലോങ്ങൊക്കെ പോകുമ്പോഴത്തേനാണെന്നുണ്ടെങ്കിലും വല്ല മാളി പോകുമ്പോഴൊക്കെ ആണെങ്കിലും കുഞ്ഞുങ്ങൾ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കുറച്ചും കൂടെ താഴ്ത്തി കൊടുക്കാം. അത് താഴ്ത്താനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. താഴ്ത്തി കൊടുത്ത് അവരെ കംഫർട്ടായിട്ട് കിടത്തിയിട്ട് നമുക്ക് അതൊന്ന് താഴ്ത്തി കൊടുത്താൽ അവർ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളും. അവരും കംഫർട്ടാണ്, നമ്മളും കംഫർട്ടാണ്. അപ്പോൾ ഞാൻ അവനെയും കൊണ്ട് കുറച്ചൊന്ന് ദൂരം ഇതിനൊക്കെ ഒന്ന് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ അത് വെയിൽ കാരണം ഞാനത് താഴ്ത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. അത് മാത്രമല്ല കേട്ടോ, ഇവർക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം ഇവരുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അത് മാത്രമല്ല കേട്ടോ, www.lovelab.com-ലും ഇവരുടെ പ്രൊഡക്ട്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ സ്പൂൺ വെച്ച് കോരി കഴിക്കും. അമ്മ അച്ഛക്ക് മിമ്മി മറക്കട്ടെ, അമ്മ സ്പൂൺ ഇട്ടിട്ട് കോരി കഴിക്കുമോ? അവിടെ ഇല്ല കച്ചേരി നേരി. ഞാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കണ്ണമോന് കഴിക്കാൻ അവന് വെച്ച് കൊടുക്കാറില്ല കേട്ടോ. അധികം ഞാൻ വാരി കൊടുക്കാറാണ്. അവന് കൈവച്ച് വാരി കഴിക്കാനുള്ള സമയം ഇനിയും ഒരുപാട് കിടക്കുമല്ലേ. നമുക്ക് ഇപ്പോഴല്ലേ ഇങ്ങനെ ലാളിച്ച് കുഞ്ചിച്ചൊക്കെ വാരി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ തന്നെയാണ് അവന് വാരി കൊടുക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ വിഷ്ണുവിൻ്റെ മീനൊക്കെ വറുക്കാനുണ്ട്. അപ്പം അവൻ കഴിക്കുവാണെങ്കിൽ കഴിക്കട്ടെ എന്ന് എഴുതിയിട്ട് സ്പൂൺ വെച്ച് കൊടുത്ത് തന്നിട്ട് ഉടഞ്ഞിരിക്കുന്ന ചോറായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സ്പൂൺ വെച്ച് കൊടുത്തത്. അവൻ കോരി കഴിക്കട്ടെ വിചാരിച്ചിട്ട് അവൻ കൈ വെച്ച് ചിലപ്പോൾ കഴിക്കത്തില്ല, അങ്ങനെ വെച്ച് കൊടുത്തായിരുന്നു. നല്ല മഴയുണ്ട് കേട്ടോ പുറത്ത്. പക്ഷേ വിഷ്ണുവേട്ടൻ അമ്പൂട് പക്ഷേ കഴിച്ചില്ല. അപ്പോൾ അതാ നമ്മളെ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തുടങ്ങിയ മഴ 2 ദിവസമായിട്ട് ഭയങ്കര മൂടി നിൽക്കുമായിരുന്നു കേട്ടോ. മഴയ്ക്കുള്ള ഒരു കോള് തുടങ്ങി നിൽക്കത്തില്ല അതുപോലെ. പക്ഷെ ഇന്ന് രാവിലെ തൊട്ട് ഇങ്ങനെ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ദേ കണ്ടോ ഗായ്സ്. നമ്മളൊന്ന് ചോറ് കൊടുക്കുക. അവനെ ഞാൻ വാരി കൊടുക്കാണ്ട് വെച്ച് കൊടുത്തിട്ട് സ്പൂൺ വെച്ച് കഴിക്കാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അവന് ഞാൻ വാരി കൊടുക്കണം. അവന് ഞാൻ വാരിയെ കൊടുക്കാറില്ല, അവൻ അങ്ങനെ കഴിക്കാറില്ല. ഞാൻ ഇന്ന് അവൻ കഴിക്കുന്ന രീതി കൊടുക്കുകയായിരുന്നു. നമുക്ക് കഴിക്കാൻ കൊടുക്കാം. അമ്പുടൂന് വാരിക്കൊടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനും വിഷ്ണുവിനും കൂടെ കഴിക്കാനിരുന്നു കേട്ടോ. വിഷ്ണുവേട്ടൻ ചെമ്മീനും ഉണക്കമ്മീൻ വറുത്തതും തോരനും കറിയൊക്കെ കൂട്ടിയിട്ട് ഏട്ടൻ ചോറുണ്ടോണ്ടിരിക്കുകയാണ്. ഓ വീഴും, അതാ അമ്മ പറഞ്ഞു വാ നിങ്ങോട്ട് വാ കറി വാ വാ പറഞ്ഞണ്ടേ. സമയം എത്ര വിഷ്ണുട്ട കാണിച്ചേ? എവിടെ നോക്കട്ടെ. 2:30 അല്ലേ? ഉറങ്ങാൻ സമയമായി. അമ്പുട് വന്ന് കിടന്ന് ഉറങ്ങിക്കേ. വിഷ്ണുവിന് ഉറങ്ങാൻ സമയമായി. വിഷ്ണുട്ടന് ഈ ഒരു കുഞ്ഞി പിള്ളേരുണ്ടാവില്ലേ, ഒരു 5 വയസ്സ് വരെയുള്ള കുട്ടികളുണ്ടാവില്ലേ, ഈ ഉച്ചയ്ക്ക് ചോറിനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടന്ന് ഉറക്കം. അതുപോലെ വിഷ്ണുട്ടൻ ഉച്ചയ്ക്ക് സ്റ്റുഡിയോന്ന് വന്നു കഴിഞ്ഞാൽ ചോറുണ്ടിട്ട് 2 മണി തൊട്ടിട്ട് ഒരു 3:30 വരെ അല്ലെങ്കിൽ 4 മണി വരെ ഉറക്കം. അത് നിർബന്ധ അല്ലേട്ടാ. ഉറക്കത്തിന് മുന്നേ ഒരു ഗ്ലാസ് രസം, അത് നിർബന്ധന്ന് പറഞ്ഞാല് വിഷ്ണുട്ടന് ഒരു 4 മണി വരെ ഉറക്കം വിഷ്ണുട്ടന് നിർബന്ധ അല്ലേട്ടാ. ഇവിടെ ചൊത്ത് പാടി പിന്നെ ഓടിവാ ഓടിവാ. എന്ത് എന്താ വണ്ണമുള്ള? ഹായ്, ഇത് കണ്ടോ ഗൈസ്, കർട്ടൻ ഇട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ റൂമിലേക്ക് ഭയങ്കര വെട്ടം കിടക്കേണ്ടതാണ്. അതായത് നമുക്ക് കിടക്കാനൊന്നും പറ്റത്തില്ല, ഭയങ്കര വെട്ടമായിരിക്കും. ഇന്ന് കണ്ടില്ലേ മഴ കാരണം ജനലിൻ്റെ കൂടെ അകത്തോട്ട് വെട്ടേ ഇല്ല. നമ്മൾ കർട്ടൻ ഇട്ടിട്ടില്ല. ഈ വൈറ്റ് കർട്ടൻ ഇട്ടുകൊണ്ട് കാര്യമൊന്നുമില്ല കേട്ടോ. നോർമലി വൈറ്റ് കർട്ടൻ ഇടുന്നത് ഇവിടെ അകത്തും ഒരേപോലെയാണ്, കാര്യം വെട്ടം കയറും. ഞാൻ അതിനകത്തെ കർട്ടനാണ് ഇടാറില്ല. ഇന്നിപ്പോൾ കർട്ടനൊന്നും ഇടേണ്ട കാര്യം വന്നില്ല. അങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കാൻ തോന്നുന്നു പുറത്ത്. വരും കേസ്, നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം.
എണീറ്റ് ഇതാ പുറത്ത് വന്ന് നോക്കിയപ്പോൾ തന്നെ അമ്മയും വിഷ്ണുവിനും പിടിക്കും. ഭയങ്കര ഇരുട്ട് കേട്ടോ. ഇരുട്ട് കാരണമൊന്നും കാണാൻ പോലും വിഷ്ണുവിൻ്റെ അമ്മേനൊന്നും കാണാൻ പോലും പറ്റാനില്ല. അപ്പം വിഷ്ണുവിൻ്റെ അമ്മയും കൂടെ ചായയൊക്കെ കുടിച്ച് വിശേഷമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അമ്മ തൊഴിലുറപ്പിന് പോയതിൻ്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിഷ്ണുവിൻ്റെ അടുത്ത്. വിഷ്ണുവിന് അതൊക്കെ കേട്ടിരിക്കുന്നത്. പിന്നെ വിഷ്ണുവിൻ്റെതായ കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മയും ഏട്ടനും ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അമ്മ മറ്റേ എന്താണ് ഇതിൻ്റെ പേര് അതും ഉണ്ടായിരുന്നു ഗൈസ്. എന്താ അത് ചക്ക വറുത്തത്. അങ്ങനെ ചക്ക വറുത്തതും കൂട്ടി അവർ ചായ കുടിച്ചു. പിന്നെ കണ്ണമ്മോൻ എനിക്ക് വന്നപ്പോൾ ഞാൻ അവനോട് ആക്കി പുറത്ത് വന്ന് നോക്കിയപ്പോഴത്തേനും നല്ല മഴ. ഇങ്ങനെ ഫോണിൽ കൂടെ നോക്കുമ്പോൾ തന്നെ മഴ എത്രത്തോളം ഉണ്ടെന്ന് കാണാൻ പറ്റുന്നില്ല കേട്ടോ. പക്ഷേ സൗണ്ട് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഈശ്വര നല്ല മഴ എന്നൊക്കെ. അപ്പോൾ കണ്ണമ്മോനോട് എണീറ്റിട്ടുണ്ട്. ഞാൻ അങ്ങനെ എന്തായാലും ചെല്ലട്ടെ. അങ്ങനെ ആ സമയം കഴിഞ്ഞു. കണ്ണമ്മോൻ എണീറ്റു. അവന് കഴിക്കാനൊക്കെ ഓരോന്ന് എന്തോ ഞാൻ എണ്ണയിലൊക്കെ വറുത്തുണ്ടാക്കിയായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ റീല് 3-4 എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണുട്ടൻ പറഞ്ഞാൽ വിഷ്ണുട്ടൻ പോയിട്ട് അത് എഡിറ്റ് ചെയ്തുകൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് വിഷ്ണുട്ടൻ നേരെ സ്റ്റുഡിയോയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാനും കണ്ണമ്മോനും പിന്നെ ഫുഡൊക്കെ കഴിച്ച് കയറി കിടന്നു. വിഷ്ണുട്ടൻ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ സ്റ്റുഡിയോയ്ക്ക് പോയത്. ആദ്യം ഏട്ടൻ ഉച്ചയ്ക്ക് കുറച്ച് ടൈം കിടന്ന് ഉറങ്ങി കഴിയുമ്പോഴത്തേന് ഈവനിങ് ഏട്ടൻ സ്റ്റുഡിയോ പോകും. എന്നിട്ട് ഏട്ടൻ ചിലപ്പോൾ ഒരു 11 മണി അല്ലെങ്കിൽ 11:30 ആകുമ്പോഴത്തേനാണ് കേട്ടോ ശരിക്കും വീട്ടിലോട്ട് റിട്ടേൺ വരാറുള്ളത്. അങ്ങനെ സ്റ്റുഡിയോയിൽ തന്നെ നിൽക്കാറില്ല. നിൽക്കണമെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും അത്രയും ഹെവി എന്തെങ്കിലും വർക്കുണ്ട്, രാവിലെ വരെ ഇരുന്നാലേ തീരുള്ളൂ എന്നൊക്കെയുള്ള വർക്കുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും നാളെ നമുക്ക് വേറെ വ്ളോഗായിട്ട് കാണാം.